ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിലും നല്ല ടേസ്റ്റിലും തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു തക്കാളി കറിയുടെ റെസിപ്പി ആയിട്ടാണ്. തക്കാളി കറി പല രീതിയിലും ഉണ്ടാക്കാറുണ്ട്. എന്നാൽ ഞാൻ ഇന്ന് എളുപ്പത്തിലും നല്ല ടേസ്റ്റിലും ഉള്ള ഒരു തക്കാളി കറി ആണ് തയ്യാറാക്കുന്നത്. ബാച്ചിലേഴ്സിനും അതുപോലെ തിരക്കുള്ള ആളുകൾക്കൊക്കെ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഈ തക്കാളി കറി തയ്യാറാക്കാൻ 4 തക്കാളി എടുത്തിട്ടുണ്ട്. അത് ഒന്ന് തിളച്ച വെള്ളത്തിലിട്ട് 1 മിനിറ്റ് അടച്ച് വെച്ചാൽ തക്കാളിയുടെ തൊലി പെട്ടെന്ന് ഇളകി കിട്ടും. ഇനി ഇത് വെള്ളം ഊറ്റിയെടുത്ത് തണുത്ത ശേഷം ഇതിൻ്റെ തൊലി കളഞ്ഞ് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് ചേർക്കാനായി ഒരു വലിയ സവാള നേരിയതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, കുറച്ച് ഇഞ്ചി. ഇനി തക്കാളിയുടെ തൊലി ഇതുപോലെ ഒന്ന് കളഞ്ഞെടുക്കണം. തക്കാളിയുടെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി മിക്സി ജാറിലേക്ക് മുറിച്ച് വെച്ച ഉള്ളി, പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും, 2 പച്ചമുളക് ചെറുതായി മുറിച്ചതും, 5-6 വെളുത്തുള്ളി ചെറുതായി മുറിച്ചതും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതൊന്ന് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഇതൊന്ന് ചെറുതായി ഒന്ന് കറക്കിയെടുത്താൽ മതി. അരച്ചെടുക്കണ്ട, കറക്കിയെടുത്താൽ മാത്രം മതി. ഒന്ന് ചെറുതായി പൊടിച്ചെടുത്താൽ മതി. ഇതുപോലെ ഒന്ന് കറക്കിയെടുത്ത് ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ഒന്ന് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ആ ചൂടായ എണ്ണയിലേക്ക് ഈ ചതച്ച് വെച്ച ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് ചേർത്ത് കൊടുത്ത് ഈ സവാളയും ഒന്ന് മൂത്ത് വരണം. ഇനി മിക്സി ജാറിലേക്ക് തൊലി കളഞ്ഞ് വെച്ച തക്കാളി ഇട്ട് കൊടുത്ത് തക്കാളി ഒന്ന് അടിച്ചെടുക്കണം. തക്കാളി നൈസായിട്ട് എടുക്കണ്ട, ഒന്ന് കറക്കിയെടുത്താൽ മതി. ഒരു കുറച്ച് തരിതരിയായി അരച്ചെടുക്കണം. നല്ല പോലെ അരച്ചെടുക്കണ്ട, കുറച്ച് തരിയായിട്ട് തന്നെ അരച്ചെടുത്താൽ മതി. ഉള്ളി കുറച്ച് വാടി വന്നിട്ടുണ്ട്. ഇതാ ഈ പാകത്തിൽ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ പിരിയമുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കണം. പൊടികളുടെ പച്ചമണമെല്ലാം മാറി വന്നിട്ടുണ്ട്. എന്നിട്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരച്ചെടുത്ത തക്കാളി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഈ ഒരു പാകത്തിൽ ഒരു തരിതരിപ്പോടെ അരച്ചെടുത്താൽ മതി. ഇനി തക്കാളി ചേർത്ത് മിക്സി ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ഒഴിച്ച് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഇതിൽ ഉപ്പ് ചേർക്കണം. ഈ സമയത്ത് ഇതിൽ ഉപ്പും ചേർത്ത് ഉപ്പുണ്ടോ നോക്കി ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഈ ഒരു പാകത്തിൽ മതി. ഈ ഒരു പാകത്തിൽ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടെ ചേർത്ത് ഇനി ഇതിലേക്ക് കുറച്ച് പുതിനയിലയും മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് ഇളക്കി കൊടുത്ത് കറി വാങ്ങി വെക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മുടെ തക്കാളി കറി റെഡിയായി. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ, വേറെ കറി വെക്കാനൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ തന്നെ ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കറി. താങ്ക് യു ഫോർ വാച്ചിങ്.